നമസ്കാരം, ഞാൻ ഡോക്ടർ മണികണ്ഠൻ ജിയാർ. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് നൂതന ദന്ത ചികിത്സാ രീതികളെക്കുറിച്ചാണ്. അപ്പോൾ പണ്ടുള്ള ഡെൻറ്റിസ്ട്രി അപേക്ഷിച്ച് നമ്മളിപ്പോൾ ഈ ഒരു 2024 എത്തി നിൽക്കുമ്പോൾ കഴിഞ്ഞ ഒരു 10 വർഷം കൊണ്ട് തന്നെ ഒരുപാട് മാറ്റങ്ങൾ എല്ലാ ശാസ്ത്ര സാങ്കേതിക വിദ്യകളിലും വന്നിട്ടുള്ള മാറ്റങ്ങൾ നമ്മുടെ ദന്തശാസ്ത്ര ചികിത്സയിലും പ്രതിഫലിക്കുന്നുണ്ട്. അപ്പോൾ പണ്ടൊക്കെ നമ്മൾ ഒരു പല്ല് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ മാസങ്ങളോളം കാത്തിരിക്കണം പുതിയൊരു പല്ല് നമുക്ക് അവിടെ വെക്കാനായിട്ട്. എന്നതിൽ നിന്ന് തുടങ്ങിയിട്ട് ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് 48 മണിക്കൂർ കൊണ്ടോ അല്ലെങ്കിൽ 72 മണിക്കൂർ കൊണ്ടോ നമുക്കൊരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പുനരധിവാസം, നമ്മൾ പറഞ്ഞ ഫുൾ മൗത്ത് റീഹാബിലിറ്റേഷൻ എന്ന് പറയാറുണ്ട്. അതായത് എല്ലാ പല്ലുകളെയും നമുക്ക് പഴയ രീതിയിൽ തന്നെ പുനഃസ്ഥാപിക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ പണ്ട് ഈ പറഞ്ഞതുപോലെ നമുക്ക് പല്ലിൻ്റെ അളവെടുക്കുന്ന രീതിയാണെന്നുണ്ടെങ്കിൽ ഒരു പേസ്റ്റ്, നമ്മൾ പറയും ഇംപ്രഷൻ പേസ്റ്റ് എന്നൊക്കെ പറയാം, അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ചിലപ്പോൾ ഒരു തവണ അളവ് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നമുക്കത് പിന്നെയും റിപ്പീറ്റ് ചെയ്ത് അത് കുറച്ച് TDS ആയിട്ടുള്ള ഒരുപാട് സമയമൊക്കെ എടുക്കുന്ന ഒരു പ്രൊസീജിയറായിരുന്നു. എന്നാൽ ഇന്ന് നമുക്ക് ഡിജിറ്റൽ സ്കാനേഴ്സ് ഉണ്ട്. അതായത് 3D ഇമേജസ് നമുക്ക് അപ്പോൾ തന്നെ ലൈവായിട്ട് തന്നെ, അതായത് പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതൊരു അളവെടുത്തിട്ട് അളവിനെ പിന്നെ മോഡലായിട്ട് മാറ്റിയിട്ട് ആ മോഡലുകൾ ലാബുകളിലേക്ക് അയച്ചിട്ട് അവിടെ നിന്നാണ് വർക്കൊക്കെ ചെയ്തിട്ട് ഈ മോഡലുകൾ നമുക്ക് തിരിച്ചു. അപ്പോൾ എങ്ങനെ പോയാലും നമുക്കൊരു 4 മുതൽ 5 ദിവസം വരെയൊക്കെ മിനിമം സമയം എടുക്കുമായിരുന്നു. എന്നാൽ ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു മുംബൈയിലുള്ളൊരു ലാബിലോ അല്ലെങ്കിൽ ഈവൻ നമുക്കൊരു അമേരിക്കയിലുള്ള ലാബിൽ വേണമെങ്കിലും നമുക്ക് ആ ഒരു നിമിഷങ്ങൾക്കകം നമുക്ക് ഇവിടുന്ന് ഡിജിറ്റലായിട്ട് എടുക്കുന്ന പല്ലിൻ്റെ അളവ് അപ്പോൾ തന്നെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത് കാരണം തന്നെ നമുക്ക് ആ ഒരു സമയം തന്നെ ലാഭിക്കുകയാണ്. അതായത് നമ്മളൊരു രാവിലെ 10 മണിക്ക് ഒരു ഡിജിറ്റലായിട്ടൊരു ഇംപ്രഷൻ അല്ലെങ്കിൽ അളവെടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 10 തന്നെ അതിൻ്റെ ബാക്കി പണികൾ തുടങ്ങുകയാണ് ലാബിൽ. പണ്ടാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു ദിവസം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ദിവസം മാത്രമേ അവിടുന്ന് ഈ പറഞ്ഞതുപോലെ അടുത്ത സ്റ്റെപ്പിലോട്ട് കടക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് ചികിത്സാ രീതികളിലും ഒരുപാട് നമ്മുടെ ആ ഒരു നിർണയ രീതികളിലുമൊക്കെ തന്നെ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സമയം ഒരുപാട് ലാഭിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. പിന്നെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഇന്ന് പലതിനും അവൈലബിൾ ആണ്. ഇപ്പോൾ പണ്ട് കമ്പി ഇടുന്നതാണെന്നുണ്ടെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് പണ്ട് ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചില ഫുഡ് റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. ഇപ്പോൾ കമ്പി ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് കട്ടിയുള്ള ഭക്ഷണങ്ങൾ ചവയ്ക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ ആ ഒരു നിശ്ചിതമായിട്ടുള്ള ഇടവേളകളിൽ ഡോക്ടറിനെ കൃത്യമായിട്ട് കാണേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അതിനെയൊക്കെ ഒഴിവാക്കാനായിട്ടും നമുക്ക് പല ഓപ്ഷൻസ് ഇന്ന് ലഭ്യമായിട്ടുണ്ട്. അതിലൊന്നാണ് SLB എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ സെൽഫ് ലൈഗേറ്റിംഗ് ബ്രാക്കറ്റ്സ് എന്ന് പറയാം. സെൽഫ് ലൈഗേറ്റിംഗ് ബ്രാക്കറ്റ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമുക്ക് ചില രോഗികളൊക്കെ അല്ലെങ്കിൽ ചില കുട്ടികളൊക്കെ ഒരു മാരേജ് ഫിക്സ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഫംഗ്ഷനൊക്കെ മുൻകൂട്ടി കണ്ട് പെട്ടെന്നായിരിക്കും അവർ വന്നിട്ട് നമുക്ക് ഈ ഒരു ടീത്ത് ഒരു ക്രൗഡഡ് ആയിട്ട് തോന്നുന്നുണ്ട്, ഇതിനെ ഒന്ന് മാറ്റിത്തരാമോ എന്ന് ചോദിക്കുന്നത്. മിനിമം നമ്മുടെ ഒരു പരമ്പരാഗത ചികിത്സാ രീതിയിൽ എങ്ങനെ പോയാലും നമുക്കൊരു 18 മാസത്തോളം, അതായത് ഒരു 1.5 വർഷത്തോളം മിനിമം എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ പല്ലുകളെ കൃത്യമായിട്ട് അലൈൻ ചെയ്ത് ഒരു ഹെൽത്തി ആയിട്ടൊരു പൊസിഷനിലോട്ട് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ പെട്ടെന്ന് വേണമെന്ന് പറയുമ്പോൾ നമുക്കുള്ള ഓപ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 6 മാസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു 8 മാസം കൊണ്ടോ ഒക്കെ ഈ ഒരു 18 മാസത്തിന് പകരം ഒരു 6 മാസം കൊണ്ടോ 8 മാസം കൊണ്ടോ എങ്ങനെ ഇതിനെ നോർമലായിട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ള ഒരു നല്ലൊരു ഓപ്ഷനാണ് ഈ SLB എന്ന് പറയുന്നത്, സെൽഫ് ലൈഗേറ്റിംഗ് ബ്രാക്കറ്റ്സ്. അപ്പോൾ സെൽഫ് ലൈഗേറ്റിംഗ് ബ്രാക്കറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമലി ഉള്ള ഓർത്തഡോണ്ടിക് അപ്പോയിൻമെൻറ്റുകൾ പോലെ എല്ലാ മാസവും ഡോക്ടറിനെ കാണേണ്ട ആവശ്യമില്ല. ഒരു 2 മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ ചിലപ്പോൾ 3 മാസത്തിലൊരിക്കലോ ഡോക്ടറിനെ കണ്ടാൽ മതിയാവും. അത് കുറച്ചുകൂടി സെൽഫ് ലൈഗേറ്റിംഗ്, ആ വാക്ക് സൂചിപ്പിക്കുന്ന പോലെ സ്വയം തന്നെ അലൈൻ ചെയ്ത് വരുന്ന തരത്തിലുള്ള മുത്തുകളാണ് നമ്മൾ അവിടെ ഘടിപ്പിക്കുന്നത്. അപ്പോൾ അത് കുറച്ചുകൂടി അതിൻ്റെ ഒരു ചിലവുമായിട്ട് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ മറ്റേ നോർമലായിട്ടുള്ള ഓർത്തഡോണ്ടിക് ട്രീറ്റ്മെൻറ്റിന് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിനേക്കാളും കുറച്ചുകൂടി ചിലവേറിയതാണ്. പക്ഷേ നമുക്ക് ഈ ഇത്തരത്തിൽ പെട്ടെന്ന് ഒരു റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവലംബിക്കാൻ കഴിയുന്ന ഒരു പുതിയ ചികിത്സാ രീതി കൂടിയാണ് ഈ സെൽഫ് ലൈഗേറ്റിംഗ് ബ്രാക്കറ്റ്സ് എന്ന് പറയുന്നത്. മറ്റൊരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പണ്ട് ഈ പറഞ്ഞതുപോലെയുള്ള പല നോർമൽ ഒരു ഡെൻ്റൽ പെയിൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പല്ല് വേദന എന്ന് പറയുന്നത് കേവലം പല്ലിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. അത് പല്ലിൽ തുടങ്ങുന്ന പ്രശ്നങ്ങൾ പലപ്പോഴും നമ്മൾ കണ്ടുപിടിക്കാത്ത തരത്തിലുള്ള മറ്റ് ബാക്ക് പെയിനിലോട്ടും ഷോൾഡർ പെയിനിലോട്ടും ഒക്കെ പോകുന്നുണ്ട്. പലപ്പോഴും ക്രോസ് റെഫറൽസ് ഇപ്പം വന്നു തുടങ്ങിയിട്ടുണ്ട്. അതായത് ന്യൂറോയിൽ നിന്നും അല്ലെങ്കിൽ ഓർത്തോപെഡിക്സിൽ നിന്നൊക്കെ ഈ പല വേദനകളുടെയും തുടക്കം ഡെൻ്റൽ പ്രോബ്ലം ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, എല്ലാ കേസുകളിലും അതാണെന്നല്ല പറയുന്നത്, പക്ഷേ ചുരുക്കം കേസുകളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ അതിൻ്റെ ബാക്കി എല്ലാ ട്രീറ്റ്മെൻറ്റും ചെയ്തിട്ടും അത് ക്ലിയർ ആകുന്നില്ല. അപ്പോഴായിരിക്കും മനസ്സിലാകുന്നത് ഈ ടൂത്തിൻ്റെ ആ ഒരു ജോയിൻറ്റിലുള്ള അലൈൻമെൻറ്റിനുള്ള ഒരു പ്രോബ്ലം ആയിരിക്കാം. അപ്പോൾ അത് കറക്റ്റ് ചെയ്യാനും നമുക്ക് ഇന്ന് ഒരുപാട് നൂതനമായിട്ടുള്ള ചികിത്സാ രീതികളുണ്ട്. അതിലൊന്നാണ് അക്വലൈസർ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അക്വലൈസർ എന്ന് പറയുന്ന ഒരു ചികിത്സ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ജോയിൻറ്റിലുള്ള ആ ഒരു വൈബ്രേഷൻസിനെ കൃത്യമായിട്ട്
ഒന്ന് ഇക്വലൈസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. അത് TMJ എന്ന് പറയുന്ന ഒരു ജോയിൻറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് അനക്കാൻ കഴിയുന്ന, മനുഷ്യ ശരീരത്തിൽ അനക്കാൻ കഴിയുന്ന മൂവബിൾ ആയിട്ടുള്ള ജോയിൻറ്റുകളിലൊന്നാണ് ഈ നമ്മുടെ താടിയലിൻ്റെ ജോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ വരാറുണ്ട്. അപ്പോൾ പല്ലുകൾ തമ്മിലുള്ള ഈ ബന്ധത്തിലുള്ള വൈരുദ്ധ്യം കാരണവും നമുക്ക് പലപ്പോഴും തലവേദന അല്ലെങ്കിൽ മൈഗ്രെയിൻ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ മൈഗ്രെയിൻ കൂടാനും ഒക്കെ കാരണമാറുണ്ട്. അപ്പോൾ അതിന് നമുക്ക് ചില പ്രത്യേക തരത്തിലുള്ള ഉപകരണങ്ങൾ ധരിക്കേണ്ടതായിട്ട് വരാറുണ്ട്. സോഫ്റ്റ് സ്പ്ലിൻറ്റുകൾ അല്ലെങ്കിൽ ഹാർഡ് സ്പ്ലിൻറ്റുകൾ പോലെയുള്ള ചില ഉപകരണങ്ങൾ ഇന്ന് ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ചില നൂതനമായിട്ടുള്ള ചികിത്സകൾ വഴി നമുക്ക് ഈ ദന്തശാസ്ത്രത്തിൽ ഒരുപാട് പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാനും കഴിഞ്ഞിട്ടുണ്ട്.